ഞാനിപ്പോൾ ഈ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അവിടെയാണ് വന്നിരിക്കുന്നത്. അവിടെ IFFKയുടെ എന്തോ അകത്തെന്തോ ഏതാണ്ടൊക്കെ സിനിമയൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് കാണാനൊരു 1000 പേര് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാ ദിവസവും നടക്കാൻ വരുന്നവർ വന്നിട്ടുണ്ട്. ചെറിയൊരു മഴയുണ്ട്, അതുകൊണ്ടാണ് കുട എടുത്തേക്കുന്നത്. പിന്നെ ഇങ്ങനെ ബൈക്കിലൊക്കെ പിള്ളേർ വന്ന് എന്തൊക്കെയോ കാണിക്കാനൂടെ അവർക്ക് എന്തോ ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു. പലരും കാണുന്ന മാത്രമല്ല കാണിക്കാനൂടെ തീരുമാനിച്ചിറങ്ങിയേക്കുന്ന പോലെയാണ് തോന്നുന്നത്. പിന്നെ കപ്പലിൻ്റെ കച്ചവടം നടക്കുന്നുണ്ട്, ബലൂൺ കച്ചവടം നടക്കുന്നുണ്ട്. പിന്നെ പലരും അവിടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്. അവിടെ വന്നു എന്ന് തെളിവ് കാണിക്കാനാണെന്ന് തോന്നുന്നു. ഇവരിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, ചിലർ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ വന്ന കാലത്ത് ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കളഞ്ഞ് എന്തോ ഒരു സിനിമ കാണാൻ പറ്റുമല്ലേ. അതിവിടെ വന്ന് കാണണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കയറി കാണുന്നില്ല. പിന്നെ എപ്പോഴും സിനിമ കാണാം. ഇത് എന്ത് ഈ പരിപാടി കാണാൻ വന്നത്. അപ്പോൾ ഇതാണ് നടക്കുന്നത് ഇവിടെ ആൾക്കാരിങ്ങനെ കൂടി നിൽപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഓരോ മൂലയ്ക്ക് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ആരൊക്കെ ഇനി സിനിമാ തിയേറ്ററിൽ കയറി നോക്കണം അവിടെ എന്താ നടക്കുന്നത്. കുറേ പേരിന്ന് സിനിമ കാണുമായിരിക്കും. ഇനി മറ്റുള്ള സിനിമകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഇത്രയും സിനിമ കൂടെ കാണാനുള്ളോ അവർക്ക് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കൂടുതൽ പേരും സിനിമ കാണുന്നതിനെ കൂടുതൽ എന്തോ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പലരുടെയും അവരുടെ ഒരു നടപ്പും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അവരെന്തോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ സിനിമ ഈ കാണിക്കലുണ്ടോ അതോ ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ? ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു 1 വീക്കോ എത്ര ഈ IFFK നടക്കുന്നത്? പിന്നെ ഈ തോൽസഞ്ചിയൊക്കെ തൂക്കി താടിയൊക്കെ വളർത്തി എന്താണെന്നറിയില്ല, അവർക്ക് ആ സഞ്ചിയും താടിയും ഇല്ലെങ്കിൽ എന്തോ പോലെ. ഇതിന് മുമ്പത്തെ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു ഇതേപോലത്തെ പരിപാടിക്കൊക്കെ ഒരു 10-15 വർഷം മുമ്പ് വരുന്ന കുറേ താടിയും സഞ്ചിക്കാരും. പക്ഷെ അവർക്കൊന്നും ഇതുവരെ ഒന്നും അങ്ങോട്ട് ഒരു സിനിമ എടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ സിനിമയിലൊന്ന് എന്തെങ്കിലും ആക്കാനോ പറ്റാതെ പോയവരാണ് കൂടുതൽ പേരും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവരിപ്പോഴും അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇതിനൊന്നും വരേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ സിനിമാ പ്രേമികളാണെങ്കിലും സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും വല്ല മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ശ്രീനിവാസൻ്റെയൊക്കെ മകനായിട്ടങ്ങ് ജനിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങ് ജനിച്ചാൽ മതി. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അല്ലെങ്കിൽ പിന്നെന്താ മാർഗം? അത്രയൊക്കെ ഉള്ളൂ പറയാൻ. അല്ലാതെ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ എന്താ പ്രയോജനം? ഇതൊരു 4 സിനിമ കാണാൻ ആൾക്കൂട്ടം, ഒരു ഉത്സവം പോലത്തെ ഒരു പരിപാടി, ഒരു ചെറിയൊരു ഗ്യാതറിങ്. അതിനപ്പുറത്തോട്ട് വലിയ സംഭവമൊന്നും കാണുന്നില്ല. ഇനി വന്നേക്കുന്നവരൊക്കെ എത്രത്തോളം സിനിമയായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മുൻകാല ഇതേ വേഷം കെട്ടി വന്നവരാരും തന്നെ സിനിമ നല്ലപോലെ ആസ്വദിച്ചിട്ടില്ലെന്നുള്ളത് അവരുടെയൊക്കെ കാലമായപ്പോഴുള്ള സിനിമകൾ കണ്ടപ്പോൾ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കാണുന്നതല്ലേ ഇവിടുത്തെ ആൾക്കാരുടെ സിനിമ. പിന്നെ ജുബ്ബ എല്ലാ തോൽസഞ്ചിക്കാർക്കും നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചില തോൽസഞ്ചിക്കാർക്ക് ജുബ്ബ നിർബന്ധമാണ്. ജുബ്ബയും ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ വർക്കാവത്തുള്ളൂ. നമ്മൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതൊരു ആ വേഷം ഇട്ടുമ്പോൾ മിലിറ്ററിക്കാർ എന്തുകൊണ്ടാണ് മിലിറ്ററി യൂണിഫോം, പോലീസിന് എന്തുകൊണ്ടാണ് യൂണിഫോം, കന്യാസ്ത്രീക്ക് എന്തുകൊണ്ട് കന്യാസ്ത്രീ യൂണിഫോം, അച്ഛന്മാർക്ക് യൂണിഫോം, സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം എന്നൊക്കെ പറഞ്ഞതുപോലെ അതും അല്ലെങ്കിൽ കവറോള്, ഓരോ ജോലിക്കും അതിൻ്റേതായ ഒരു വേഷമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു യൂണിഫോം ഉണ്ടോ. അതതിൻ്റെ സേഫ്റ്റിയും അത് മറ്റു കാര്യങ്ങളും അവരെ തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ജുബ്ബയും തോൽസഞ്ചിയും ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ആളെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ തോൽസഞ്ചി ഇട്ട് വരുന്ന ജുബ്ബക്കാർ തമ്മിൽ കാണുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും തോൽസഞ്ചിയെ തട്ടുക, ജുബ്ബയുടെ ബട്ടൺസിനിടയിലൂടെ കൈയിട്ട് ചെറുതായിട്ടൊന്ന് തിരുമ്മി കുറച്ച് ചെളിയെടുത്ത് പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മുഖത്തേക്ക് എറിയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നുമില്ല. അതോ ഇനി ഇവർ സ്ഥിരമായിട്ട് ജുബ്ബ ഇടുന്നവരാണോ, ജുബ്ബ ഇവരുടെ ദേശീയ വല്ല വസ്ത്രമാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ വളരെ വ്യത്യസ്തമായ കുറേ കാര്യങ്ങളിലൂടെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഈ ഒരു കാർണിവൽ പോലത്തെ പരിപാടിയിൽ കുറേ പേര് വന്ന് ഇപ്പോൾ കപ്പലിന് മേടിച്ച് തിന്ന്, ഐസ്ക്രീം മേടിച്ച് തിന്ന് ആഘോഷം കൊള്ളാം. നല്ല ഗ്യാതറിങ്, സോഷ്യൽ ഗ്യാതറിങ് ഒക്കെ വേണ്ടതാണ്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈ പ്രത്യേക ഡ്രസ് കോഡിലുള്ള ആൾക്കാരുടെ പരിപാടികളാണ് കൃത്യമായിട്ട് മനസ്സിലായത്. ഈ കാണിക്കാൻ വന്നിട്ടുള്ളവരെന്ന് പറയുന്നവർ കൂടുതലും മറ്റ് പല മോഡേൺ ഡ്രസ്സുകളൊക്കെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതുവരെ ശാന്തമായ കാണിക്കലുകളെ കണ്ടുള്ളൂ. ഇനി വല്ല മസിൽ പവറോ അല്ലെ അവരുടെ മാർഷൽ ആർട്സോ വല്ലതും കാണിക്കാനുള്ളവരോട് ഉണ്ടോ എന്നറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം മാനവീയം വീതിയിലൊരു മാർഷൽ ആർട്സ് ടീമിൻ്റെ പ്രകടനം ഉണ്ടായിരുന്നു എന്ന് വാർത്തകളിൽ അറിയാൻ സാധിച്ചു. എന്തായാലും കേരളമാണ്, നമുക്കത്ര പറയാൻ പറ്റത്തില്ല. കുട്ടികളെ പി ഊതി എൻ്റർടൈൻ ചെയ്യുന്ന ഒരു പേരൻസിനെ കാണാൻ വളരെ നന്നായിട്ടുണ്ട്. എന്താണെങ്കിലും ആരൊക്കെയോ ഉണ്ടാക്കിയ എവിടെ നിന്നൊക്കെയോ ഏതൊക്കെയോ രാജ്യത്ത് കാണുന്ന സിനിമകളൊക്കെ കാണാൻ കുറച്ച് പേരും, കാണാൻ വരുന്നവരെ കാണാൻ അതിൽ കൂടുതൽ ആളുകളും, പിന്നെ ഈ കാണാൻ വരുന്നവരൊക്കെ തമ്മിൽ കാണാമല്ലോ എന്ന് കരുതി വന്നിട്ടുള്ളവരും എല്ലാവരും കൂടെ ആകുമ്പോൾ ഇവിടെ നല്ല രസമുണ്ട്.
നമുക്കും കാണാനൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കാണാം. കയ്യിൽ കൊടുത്ത ഒരാളെ കാണാൻ സാധിച്ചു, ലോക്കലാണെന്ന് തോന്നുന്നു. അതോ ഇനി മലയ്ക്ക് പോവുകയാണോ, അതിനിടയിലൊന്ന് IFFK കണ്ടിട്ട് പോകാം എന്നതാണോ അയാളുടെ ഉദ്ദേശം എന്ന് എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത്, പലരും ഇവിടെ വന്നിട്ട് ഈ IFFKയുടെ തന്നെ ഫോട്ടോ എടുത്തിട്ട്